ദാരിദ്ര്യ പ്രവർത്തനത്തിന്റെ പിന്നിലൊക്കെ പൈശാചിക പ്രേരണകളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ നീങ്ങിപ്പോകാൻ വേണ്ടി അതേപോലെ തന്നെ സൂറത്തുൽ വാഖിയ ഞാൻ വിശദീകരിക്കുന്നില്ല, അതേപോലെ തന്നെ പിശാചിനെ ഒഴിവാക്കാൻ ശരിക്കട്ടോ സ്വഹീഹുൽ ബുഖാരിന്റെ വേറെ ഹദീസ് പറയാം. അൻജാബിരിൻ ഖാല ഖാല റസൂലുള്ളാഹി മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു ഇദാ ജനഹൽ ലൈൽ, ശ്രദ്ധിക്കണേ, രാത്രിയുടെ കട്ടി കൂടാൻ, രാത്രി ഇങ്ങനെ കയറാൻ തുടങ്ങിയാൽ, ഇതാ അംസൈത്തുൻ, അതായത് വൈകുന്നേരമാകാൻ തുടങ്ങിയാൽ, കുഫൂസിപ്പിയാനൊക്കെ നിങ്ങൾ കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ തടഞ്ഞു വെക്കുക. ഇന്ന ശൈത്താന തൻതശിറു ഹീനഇദിൻ, ആ നേരത്തെ പിശാച് എല്ലായിടത്തൂടെയും ഓടി നടക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി. ഇതൊക്കെ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. വീട്ടിൽ പരമാവധി കുട്ടികളെ തടഞ്ഞു വെക്ക, കുട്ടികളെ പുറത്തേക്ക് ഇറക്കരുത്. പഴയ കാലത്തൊക്കെ വലിയ വയസ്സായ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു, ഇല്ലേ ഒന്നും സഹകരിക്കില്ലേ, അതൊക്കെ പൊട്ടത്തിനാണ് നമ്മൾ പറഞ്ഞിരുന്നു. അവർക്കൊരു വിവരമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സത്യത്തിങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ടുവരുന്നത് പൊട്ടിൻ്റെ ഒരു സ്ഥലമായതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഈ വൈകുന്നേരം കുട്ടികളെ പുറത്തിറക്കുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും വാതിൽ പൂട്ടി വെക്കേണ്ടതാണ്, വാതിൽ അടച്ചിടണം. എപ്പോഴും വീടിന്റെ വാതില്, ഹദീസിലൊക്കെ കാണുന്നത് വീട്ടിൽ പോയിട്ട് വാതിൽ മുട്ടി, റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി മുട്ടി, അവിടെ പോയി സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിൽ മുട്ടി, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വീട്ടിൽ മുട്ടി എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ഇതിന് മനസ്സിലാക്കാം, സദാസമയം വാതില് തുറന്നിട്ടുകൊണ്ടല്ല. നിങ്ങൾക്ക് മനസ്സിലാണ്ട് വളരെ ചിന്തിക്കണം കേട്ടോ. ഈ ഹദീസ് ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ബുഖാരിന്റെ താഴെ ഫത്ഹുൽ ബാരി വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു അഗ്ലിഖുൽ അബ്വാബ, എപ്പോഴും വീട്ടില് ആവശ്യക്കാർ വന്നാൽ കോളിംഗ് ബെല്ലിൽ വിരലമർത്തും, അല്ലെങ്കിൽ അവർ വിളിക്കും, എന്തെങ്കിലും അവർ ചെയ്യും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അത് അവർ ചെയ്യും. എന്തുകൊണ്ട്? ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, അടച്ചിട്ട വാതിൽ ശൈത്താൻ തുറക്കുകയില്ല. നോക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നമ്മളിങ്ങനെ ഓഫീസും ഹോട്ടലും തുറന്നു വെച്ചതുപോലെ രാവിലെ വലിയ ആനവാതിൽ തുറന്നു വെച്ചിട്ട് ഇരിക്കുക. പഴയ കാലത്തെ ശൈലിയൊക്കെ നേരെ എതിര്. ഒക്കെ ഇതിനൊക്കെ നല്ല അതവം ചിട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അത് പട്ടി കിടക്കണതിന് മാത്രമല്ല, പട്ടി സാരല്ല, പട്ടി പോയ 7 വട്ടം കഴുകിയാൽ സംഗതി തീരും. ഇത് 7 വട്ടം 700 വട്ടം തീരാത്ത വിഷയമാണ്. ആര്? ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വളരെ ചിന്തിക്കണം. ഇതൊക്കെ വളരെ പ്രാമാണിക വിഷയങ്ങളാണ് ഈ പറയുന്നത്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ബുഖാരിയുടെ താഴെ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുകയാണ്, ഫഇന്ന ശൈത്താന അഗ്ലിഖു അബ്വാബക്കും, റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ എപ്പോഴും വീട്ടിന്റെ വാതിലുകൾ അടച്ചു വെക്കണം. എന്തുകൊണ്ടെന്നാൽ ഫഇന്ന ശൈത്താന, പിശാച് ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, അടച്ചിട്ട വാതിൽ ഒരിക്കലും പിശാച് തുറക്കുകയില്ല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിഷയം എൻ്റെ കൂടെ പറഞ്ഞാൽ ഓടിച്ചു പോകാൻ നമുക്ക് ഒരുപാട് മഹാത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിശാചിന് ഒരുപാട് കഴിവുകളുണ്ട്. പിശാചിനില്ലാത്ത കഴിവില്ല, ഭയങ്കര കഴിവ് അല്ലാഹു കൊടുത്തു, അപാരമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ വൈകുന്നേരമായ പുറത്തിറക്കരുതെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുട്ടികളെ മാത്രമല്ല, പലപ്പോഴും പല ഉപദ്രവം ചെയ്യും. ഒന്നിരിക്കൽ തടി കയറും, എന്നിട്ട് തടിയെ നാശാക്കും, അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളും വരുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യനെ റാഞ്ചിക്കൊണ്ടുപോകും. ശൈത്താൻ മനുഷ്യനെ റാഞ്ചിക്കൊണ്ടുപോകും, എടുത്തു കൊണ്ടുപോകും. ആരെ? കുട്ടികളെ മാത്രമല്ല. വലിയ ഒരു സംഭവം പറയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അൻ ഉബൈദ് ഇബ്നു ഉമർ ഖാല, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖുദാമ തന്റെ മുഗനിയിൽ ഈ വിശദീകരണം പറയുന്നുണ്ട്. ഒരുപാട് ഫിഖഹിന്റെ കിതാബിലുണ്ട്. ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യണം, കുടുംബത്തിന്റെ കാര്യത്തിൽ ചർച്ച പറഞ്ഞോട് ഈ സംഭവം പറയുന്നുണ്ട്. നിങ്ങളിൻ്റെ കൂടെ വരണം, വളരെ ചിന്തിക്കണം. ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ കുടുംബത്തിന്റെ കാര്യം എന്ത് ചെയ്യണം എന്ന് പറയുന്ന ചർച്ചയിൽ ഫിഖഹിന്റെ കിതാബിൽ ഒരുപാട് വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം കാണുന്നുണ്ട്. സംഭവം പറഞ്ഞുതരാം. ഉമർ ഫഖിദ റജുലുൻ ഫീ അഹദി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാളെ കാണാനില്ലാതെയായി. ആളെ കാണാനില്ല. فجاءت امرأته إلى أمير المؤمنين عمر بن الخطاب. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ
അരികിലേക്ക് വന്നു. ഫദക്കറത്ത് ദാലിക ലഹു, എൻ്റെ ഭർത്താവിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇവിടെ 4 ആള് അന്തല്ലാതെ ജിന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിരിക്കണ്ട, പഠിക്കണമെന്നുള്ളവർ വേണമെങ്കിൽ ചിന്തിച്ചോളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഗൗരവമായി പറയാം. വളരെ മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. പിശാചിന്റെ ഉപദ്രവം അത് പല നിലക്കും വരാവുന്നതാണ്, അത് ചിന്തിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നു. എന്നിട്ട് പറഞ്ഞു ഇത് അദക്കറത്തിലോ, എൻ്റെ ഭർത്താവിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല എന്ന് ഈ പെണ്ണ് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻതലിഖി, പോയിക്കോ, വീട്ടിൽ പോയിക്കോ. തറപ്പിസി 4 സിനീൻ, 4 കൊല്ലം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറ എന്ന് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു 4 കൊല്ലം കഴിയട്ടെ എന്ന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. മനസ്സിലായോ? ഭർത്താവിനെ കാണാനില്ലാതെ ആയപ്പോഴത്തേനെ ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒരു 4 കൊല്ലെങ്കിലും കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണ് 4 കൊല്ലം കാത്തിരുന്നു. പിന്നെ 2ാമത്തെ വട്ടം വന്നു. 4 കൊല്ലമായിട്ട് ഭർത്താവിനെ കാണാനില്ല. ഭർത്താവ് മുമ്പ് പറഞ്ഞിരുന്നു 4 കൊല്ലം കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കാത്തിരുന്നു, ഇപ്പോഴും ഭർത്താവ് വന്നിട്ടില്ല. ഫഖാല, അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻതലിഖി ഫഅതരി 4 അശ്ഹുരിൻ വഅശ്റാ, ഒരു 4 മാസം 10 ദിവസം കൂടി ഇദ്ദ ഇരിക്കുന്നു പറഞ്ഞു. ഒരു ഇദ്ദയും കൂടെ ഇരുന്നോ, 4 മാസം 10 ദിവസം കൂടി ഇദ്ദ ഇരിക്കുക എന്ന് പറഞ്ഞു. ഫഅലത്ത്, അങ്ങനെ 4 മാസം 10 ദിവസം ഇദ്ദ ഇരുന്നു, മരണത്തിന്റെ ഇദ്ദ. സുമ്മ അത്തത്തുഹു, പിന്നെ ഈ പെണ്ണ് വീണ്ടും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അരികിൽ വന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫഖാല അന്നേഷു ഐന വലിയു ഹാദർ റജുലി, ആ റജുലിന്റെ ഇപ്പോൾ ഈ കാണാനില്ലാത്ത ആളുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ കാര്യമായ വലിയനെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഫഖാല, അയാൾ വന്നപ്പോൾ പറഞ്ഞു, തൊല്ലിഖഹ, നിന്റെ ഇന്നാലിന്ന ആളുടെ ഭാര്യയാണ്, അയാളെ കാണാനില്ലാത്തത് കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അവളെ ഒഴിവാക്കി വിടുക എന്ന് പറഞ്ഞു. ഫഫുഇല, അങ്ങനെ ആ പെണ്ണിനെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടു. ആ കുടുംബത്തിൽ നിന്ന് ഭർത്താവിൻ്റെ നിന്ന് ഒറ്റ ഒഴിവാക്കിയിട്ടു. ഫഖാല, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻതലിഖി, ഇനി പോയിക്കോ. ഫതസവ്വജി മൻ ശിഅതി, ഇനി നീ ഉദ്ദേശിച്ച ആളെ കല്യാണം കഴിച്ചോ. ഈ വിവാഹബന്ധം നിനക്ക് ഒഴിവായിട്ടുണ്ട്, ഇദ്ദ കഴിഞ്ഞു, 4 കൊല്ലം കഴിഞ്ഞു, ഇദ്ദ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി കഴിഞ്ഞു, പോയി വേറൊരാളെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആ പെണ്ണിനെ പറഞ്ഞയച്ചു. ഫതസവ്വജത്, അങ്ങനെ ആ പെണ്ണ് വേറൊരാളെ കല്യാണം കഴിച്ചു. കല്യാണമൊക്കെ കഴിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫജാ സൗജുഹൽ അവ്വലു, അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് എന്തോ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അല്ലേ? കാർഗിൽ യുദ്ധത്തിലാണോ എന്തൊക്കെ പൊല്ലപ്പം അതിൻ്റെ പേരിലുണ്ടായത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു കാലത്ത് ഇവിടെ നടന്ന സംഭവം. അപ്പം എനിക്ക് ഓർമ്മ വരികയാണത്, ചിന്തിക്കണം. അങ്ങനെ അങ്ങനെ ഈ പെണ്ണ് പോയി വേറൊരാളെ കല്യാണം കഴിച്ചപ്പോൾ വജാ സൗജുഹൽ അവ്വലു, ആദ്യത്തെ ഭർത്താവ് മടങ്ങി വന്നു. ഫഖാല ഉമറു, ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയിന കുൻസി, എവിടെ പോയിരുന്നട മനുഷ്യൻ, എന്തൊക്കെ പൊല്ലാപ്പായി ഉണ്ടാക്കിയത്, എവിടെ പോയിരുന്നു, നീ വരാതിരുന്നൂടായിരുന്നു, എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. ആരോട്? വന്ന പഴയ ഭർത്താവ് വന്നു, എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. ഫഖാല, അയാൾ പറഞ്ഞു, അമീറൽ മുഅ്മിനീൻ ഇസ്തഹവത്നിൽ ജിന്നു, ജിന്നൊരിക്കൽ എന്നെയും എടുത്ത് പാറി. മനസ്സിലാക്കണം, എന്നെയും എടുത്തു പറന്നു. ഫവല്ലാഹി, ശ്രദ്ധിക്കണം, മോറ്റൊക്കെ നോക്കിയിരുന്നിട്ട് കാര്യമല്ല. ഇത് 100 കണക്കിന് ഫിഖഹിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ കാണാനില്ലാതെ ആയാൽ എന്ത് ചെയ്യണമെന്ന് ഖലീഫയുടെ വിധി പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിധി പറയുന്ന സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് കിതാബ് ഫിഖഹിൻ്റെ കിതാബിൽ കാണുന്നുണ്ട്. ഫിഖഹിൻ്റെ കിതാബിൽ ഇത് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതിലൊരു ഫിഖഹിൻ്റെ ചർച്ച ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് കിതാബിൽ ഈ വിഷയം, ഈ ചർച്ചയും പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിന്നെന്നെ എടുത്തുകൊണ്ട് പറന്നുപോയി. ഫവല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, മാതിരി എനിക്കറിഞ്ഞുകൂടാ, ഫി അയ്യാറില്ലായി, എവിടെങ്ങോട്ടാ പോയാലിരുന്ന സ്ഥലം പേരും ഓർമ്മയൊന്നും എനിക്കില്ല. അനകുന്തു ഇൻദ ഖൗമിൻ, ഞാനൊരു ജിന്ന വിഭാഗത്തിൻ്റെ അരികിലായിരുന്നു, അവരെന്നെ കൊണ്ടുപോയി. യസ്തഅബ്ദൂനനി, അവർ എന്നെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഞാൻ അടുത്തെത്തിയപ്പോൾ അവരെ ആരാധന എനിക്കായി. ഹത്ത, അങ്ങനെ കുറേ കാലം ഞാൻ ഈ കാലം വരെ അവരുടെ അടുത്ത് താമസിക്കുന്നു. അങ്ങനെ മിൻഹും ഖൗമും മുസ്ലിമൂന, മറ്റൊരു മുസ്ലിം സംഘമാകുന്ന ജിന്നുകൾ ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. ശ്രദ്ധിക്കണം, നല്ല സംഭവമാണ് ഈ പറയുന്നത്.